അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആയിരക്കണക്കിന് സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഉടമകളുടെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് എല്ലാത്തിലേക്കും പടച്ചുവിടാൻ പോവുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള DGPനെ CC വെച്ചിട്ട് മെയിൽ അയച്ചിട്ട് ഇന്ന് വരെ ഒരു വർഷത്തിന് മേളിലായി ഒരു റിട്ടേൺ മെയിൽ പോലും ഇല്ല. എനിക്കിതേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇതേ പറ്റുള്ളൂ. ഇവിടെ പറ്റുന്ന ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതെങ്കിലും ചെയ്യും. നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ മുഴുവനായിട്ടും കാണുക. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അവയർനെസ് വേണ്ട. എല്ലാവരും പെട്ടുപോയിട്ട് ഇങ്ങോട്ട് വരികയാണ്. പെട്ടുപോയി സാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ കാണട്ടെ, റെക്കമെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക. കാര്യത്തിലേക്ക് വരാം. അരുൺ സ്മോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ വീഡിയോ ഇനി പ്രത്യേകം ചെയ്യേണ്ട കാര്യമുണ്ടോ? അതേ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, എല്ലാവരിലേക്ക് എത്തും എന്നുള്ളത്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ബൈറ്റ് എന്ന പേരിൽ സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഞാൻ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാരനായി നിന്നിട്ടൊരു തട്ടിപ്പ് നടത്തുന്ന സംഘമാണത്. ഒരാൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിലൊരാൾ മാത്രമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതിൽ പേര്, കാര്യങ്ങൾ, ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ട്. ചിലത് ഫേക്ക് ആയിരിക്കാം, ചിലത് ഒറിജിനൽ ആയിരിക്കാം. പക്ഷേ ഒറിജിനലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും തെളിവുകളടക്കം അദ്ദേഹം പറയുന്നുണ്ട്. പത്രത്തിൽ വന്ന വാർത്തകൾ, നേരിട്ട് കണ്ട വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ, ഓഡിയോ റെക്കോർഡ്സ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് എങ്ങനെയാണ് ഇയാൾ പറ്റിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്നുമല്ല, സിമ്പിളായിട്ട് ഒരു പ്രൊഡക്റ്റ് OLXൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്യും. അത് കാറായിരിക്കാം, ഫോണായിരിക്കാം, TV ആയിരിക്കാം, ഫ്രിഡ്ജായിരിക്കാം, വാഷിംഗ് മെഷീൻ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഒരു പ്രൊഡക്റ്റ് OLXൽ പബ്ലിഷ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കാർ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്ന് വെക്കുക. എൻ്റെ കാറ് എനിക്ക് വിൽക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു? അത് OLXൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത്ര ലക്ഷം എമൗണ്ട് ഞാൻ ഇടുന്നു. ഒരു 3 ലക്ഷം രൂപ എമൗണ്ട് ഞാൻ ഇട്ട് എൻ്റെ കാറ് വിൽക്കാൻ വെച്ചു എന്ന് കരുതുക. ഉടനെ തന്നെ ഒരാൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. പലരും ജെന്യൂനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ വ്യക്തി നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമ്മുടെ സ്ഥലം എവിടെയാണ്, അതിനടുത്തുള്ള ഷോറൂമുകൾ ഏതാണ്, സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കുന്ന കടകൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കാറിൻ്റെ RC ബുക്ക്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മേടിക്കും. തട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ, ടയർ പഴയതാണോ, എത്ര വർഷം പഴക്കമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തി നമ്മുടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോറൂമിലേക്ക്, അതായത് സെക്കൻഡ് ഹാൻഡ് കാറുകൾ എടുക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഷോറൂമിലേക്ക് വിളിക്കും. വിളിച്ചിട്ട് പറയും, എൻ്റെ കയ്യിലൊരു കാറുണ്ട്, നാട്ടിലാണുള്ളത്, ഞാൻ ദുബൈയിലാണ്, വൈഫിന് കുറച്ച് അത്യാവശ്യം വന്നു, ഹോസ്പിറ്റൽ കേസ് വന്നു, ഇതാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി അങ്ങ് മാറും കേട്ടോ, വേറെ എന്തെങ്കിലും കാരണം അടിക്കുമ്പോൾ പറയുന്നു, എൻ്റെ വല്യപ്പച്ചൻ ചത്തുപോയെന്നൊക്കെ ആയിരിക്കും ഇനി പറയുന്നത്. അങ്ങനെ ആ ഷോറൂമിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ ഷോറൂമിൻ്റെ ഓണറോടോ അല്ലെങ്കിൽ അവിടെ ഫോൺ എടുക്കുന്ന വ്യക്തിയോടോ ഒരു കാറ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഞാനാണല്ലോ വിൽക്കാനിട്ടത്, എൻ്റെ ഈ കാറിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടെ സംസാരിക്കും. അവിടെ RC ഉണ്ട്, അതിൽ അഡ്രസ്സുണ്ട്, പ്രൂഫുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഓർക്കുക, ലോൺ അടച്ച് ഇത്ര ദിവസം കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അത് വെച്ച് സംസാരിക്കും. അത് അയാളുടെ വണ്ടി ആയിട്ട് തന്നെ അങ്ങ് സംസാരിക്കും. അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേരിലാണ് സംസാരിക്കുക കേട്ടോ, ആ വ്യക്തി ആണെന്നാണ് പറഞ്ഞിട്ട് സംസാരിക്കുക. എൻ്റെ പേര് ഇപ്പോൾ ഉദയ് എന്നാണെന്നുണ്ടെങ്കിൽ ഉദയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുക. ഇയാളെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം വാട്സപ്പിൽ പേരോ കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും ഇല്ലാത്തവനാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഷോറൂമുകാരൻ വിചാരിക്കും സത്യമായിരിക്കും, ഓക്കെ, എന്നാൽ ഇവൻ ദുബായിലാണല്ലോ, വൈഫ് വയ്യാത്തതാണല്ലോ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായതുകൊണ്ട് പൈസയ്ക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലുള്ള വണ്ടി അവൻ വിൽക്കുമായിരിക്കും എന്ന് ചിന്തിക്കും. എന്നിട്ട് ഞാനാണല്ലോ ഈ പോസ്റ്റ് OLX ഇട്ടത്, എന്നെ ഇവൻ വിളിക്കും. വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കാറ് കൊണ്ട് കൊടുത്താൽ മതി, അയാൾ വഴി പേയ്മെൻറ്റ് മേടിച്ച് തരാം, ഇത്ര എമൗണ്ടാണ് കാറിന് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. ഇയാൾ കാർ അവിടെ കൊണ്ടു കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഈ തട്ടിപ്പുകാരൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഓണറുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. ഓണറാണെന്നുള്ള വ്യാജേന ഈ സ്ഥാപനത്തിലെ ഉടമയോ സ്റ്റാഫോ പൈസ അയച്ച് കൊടുക്കുകയും ചെയ്യും. അതോടെ അവൻ്റെ ഇൻവോൾവ്മെൻറ്റ് തീർന്നു. പിന്നെ നടക്കുന്ന കളികളെന്ന് പറയുന്നത് ഈ വണ്ടി കൊണ്ടു കൊടുത്ത ആളും കസ്റ്റമറും ഈ ഷോപ്പിലെ ആളും തമ്മിലുള്ള സംഘർഷകമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. പൈസ ഞാൻ കൊടുത്തല്ലോ എന്ന് ഓണർ പറയും, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കസ്റ്റമറും പറയും. പിന്നെ അവർ തമ്മിലായി തർക്കം. ഇത് ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഈ ഓണർ വിചാരിക്കും ഈ വന്നിട്ടുള്ള ആൾ സ്കാമാണ്, തട്ടിപ്പുകാരനാണെന്നുള്ളത്. അത് ഇവർ രണ്ടിലുമായിട്ട് ഒതുങ്ങിയിട്ട് ഈ മറ്റവൻ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ രക്ഷപ്പെടും. അങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ച് വന്നപ്പോഴേക്കും
ഷോപ്പ് ഉടമകൾക്കും അതുപോലെ കുറേ വീഡിയോ കണ്ടിട്ടുള്ള കുറേ കേസുകളുണ്ടാവുമല്ലോ, പെട്ടുപോയവർ, അവർക്കും കാര്യം മനസ്സിലായി. ഇവരും വഞ്ചിക്കപ്പെട്ടതാണ്, ഇതുപോലെ ഒരുത്തനാണ് ഇതിനിടെ കൂടെ കയറി കളിക്കുക എന്നുള്ളത്. ഇപ്പം സംഭവം അതൊന്നുമല്ല, ഇവനെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവൻ്റെ ഈ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്നിട്ടുള്ള കേസിനകത്ത് പല കാര്യങ്ങളും തെളിവുകളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ ഒരു ചൂണ്ടുവിരൽ പോലും ഇവനിലേക്ക് എത്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇത് ശരിക്കും ഇല്ലീഗലാണ്. ഷോപ്പിൽ ഒരു കാർ മേടിക്കുമ്പോൾ, ഓണറായിരുന്നു കാർ മേടിക്കുമ്പോൾ ആ ഓണർ തന്നെയാണോ കാർ കൊണ്ട് കൊടുക്കുന്നതെന്ന് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഷോപ്പ് ഓണർക്കാണ്. അതിവനറിയാം. അവിടെ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഇവൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതുപോലെ ഇത് കോടതി പോയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരുന്നത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ആ ഷോപ്പിൽ കാർ കൊണ്ട് കൊടുത്തത്? ആ ഷോപ്പിൽ കാർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളല്ലേ പേയ്മെൻറ്റ് മേടിക്കേണ്ടത്, നിങ്ങളുടെ വണ്ടിയല്ലേ. ഇവിടെ മറ്റൊരാൾ വഴി പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കാമെന്നൊക്കെ ചോദിക്കും. അതുപോലെ ഈ പറഞ്ഞ ഷോപ്പ് ഓണറോടും ചോദിക്കും. നിങ്ങളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അതിൽ നിങ്ങൾ ഫെയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നിരീക്ഷണം വരും കോടതിയുടെ ഭാഗത്തുനിന്ന്, കേസായിട്ട് പോയാൽ. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് മാക്സിമം പോലീസുകാർ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കേസുകളൊന്നും കോടതിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അതിന് മുന്നേ തന്നെ കൺവീൻസ് ചെയ്തിട്ട്, ഈ വിക്റ്റിമായിട്ടുള്ള രണ്ടുപേരെയും കൺവീൻസ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ചിട്ടെങ്കിലും ഡീലാക്കുക എന്ന് പറഞ്ഞിട്ട് പകുതി പൈസ, ചില കേസിൽ പകുതി പൈസ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഈക്വലായി ഷെയർ ചെയ്തിട്ട് ഈ കേസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പലരും ഊരിപ്പോന്നിട്ടുണ്ട്. ഊരിപ്പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറകെ ഒന്നും പോകണ്ട, പോയത് പോയി എന്ന രീതിയിൽ ഈ നഷ്ടം ഈക്വലായിട്ട് ഈ കൊടുത്ത കസ്റ്റമറും അതുപോലെ സ്ഥാപന ഉടമയും സഹിച്ചുകൊണ്ട് പോയിട്ടുള്ള കഥകൾ ഒരുപാടുണ്ട്. ഇതേപോലെ 170-200ഓളം ആളുകൾ ഈ അരുൺ സ്മോക്കി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിനകത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഇതൊന്നുമല്ല, ഇനി വരാതിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, എൻ്റെ കുറേ അനുഭവങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് നിന്ന് ഒരു അവയർനെസ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്നവരോ അല്ലെങ്കിൽ ഷോപ്പ് ഉടമകളോ മൊബൈൽ ഷോപ്പ് ഓണേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായിട്ടും ഒരു അവയർനെസ് പോലെ ഈ കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ സംഭവം ഉണ്ട്, യഥാർത്ഥ ഓർഡറാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കസ്റ്റമറിൽ നിന്ന് മേടിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു അവയർനെസ് പോലെ പറയെങ്കിലും, നാക്കുകൊണ്ട് പറയെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ തട്ടിപ്പുകൾ പെരുകി വരും. ഇനി ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു കേസുണ്ട്, OLX. കേരളത്തിലെ DGPക്കടക്കം മെയിൽ അയച്ച് അതിനകത്ത് ഏകദേശം 22-23ഓളം ആളുകളുടെ ഡാറ്റ, വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റ വെച്ചിട്ട്, കറക്റ്റ് ഡാറ്റ വെച്ചിട്ട് മെയിൽ അയച്ചിട്ട് ഇന്നിതാ ഏകദേശം 1 വർഷം എന്തായാലും കഴിഞ്ഞു, ഒരു റെസ്പോൺസും ഇല്ല. ഇത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് സ്കാമാണ്. ഞാനിതാ ഈ ബാക്കിൽ ലാപ്ടോപ്പില്ലേ, ഇതിൽ ഞാനൊരു സ്ക്രീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് റഫായിട്ട് കാണിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ മൊത്തമായിട്ടും പറയുന്നുണ്ട്. ഇതൊരു ജോബ് ഓഫറാണ്. ഈ ഓഫറിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കിംഗ് പാക്കിംഗ് ജോബ്. ഈ ജോബ് പോസ്റ്റ് ചെയ്ത ഇതേ HR എന്ന് പറയുന്ന പേരിലുള്ള വ്യക്തിനെ പ്രൊഫൈലടക്കം ടാഗ് ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനത്തിലെ DGPക്ക് CC വെച്ചുകൊണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് CC വെച്ചുകൊണ്ട്, ഇതുപോലുള്ള ഒരു പ്രൊഫൈലല്ല കേട്ടോ, ഇതുപോലെ 400-500 ഫേക്ക് ജോബുകൾ പ്രൊമോഷൻ ചെയ്യുന്ന ഇത്തരം വ്യക്തികളുടെ പ്രൊഫൈൽ ID അടക്കം വെച്ചുകൊണ്ട് OLXന് ഡയറക്റ്റ് മെയിൽ അയച്ചിട്ടുണ്ട്. OLXന് അതിൻ്റെ 1-2-3 പ്രൊഫൈൽ കളഞ്ഞിട്ട് തിരിച്ചെനിക്ക് മെയിൽ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. ഇതുപോലെയാണ് സൈബർ സ്കാമിൽ വിക്റ്റിമായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മുടെ സർക്കാരിലെ പോലീസുകാർ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് പഠിക്കാം? നിങ്ങൾ ഒരു സ്കാമിൽ പോയി പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ തലേന്ന് നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും. ഞാൻ ഒരുപാട് സ്കാമുകളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്കാമുകളിൽ പെട്ടുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിലോ സൈബർ സ്റ്റേഷനിലോ പോയി കഴിഞ്ഞാൽ ഒരുവിധം ഓൾമോസ്റ്റ് 50+ കേസുകളിലും ഒരു നീതിയും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, 20-ൽ കൂടുതൽ ആൾക്കാരുടെ ഡാറ്റ വെച്ചിട്ട് എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്, ആ മെയിൽ ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. പ്രൂഫ് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ DGP ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ IDയിലേക്ക് ഞാൻ CC വെച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ IDയിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ട് ഇതുവരെ റിപ്ലൈ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പൈസ നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
ഇവിടെ നിങ്ങളൊന്ന് ഓർക്കുക, ചെറുപ്പക്കാർ, ഒരു 25 വയസ്സിന് താഴെയുള്ള അത്യാവശ്യം ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന, വീട്ടുകാരെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ പ്രാരാബ്ദം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ OLX പരസ്യം കാണുവാണ്, ഇതുപോലുള്ള ഈ ഫേക്ക് ആഡ്. ഈ ആഡ് കണ്ടിട്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കെട്ടും കെട്ടി കയ്യിലുള്ള പൈസ എല്ലാം എടുത്ത് ബാംഗ്ലൂർ പോകുന്നു. അവിടെ അങ്ങ് ഇരുത്തിയിട്ട് അവരങ്ങ് ഇൻ്റർവ്യൂ ചെയ്യുന്നു, കറക്റ്റ് ഓഫീസ് പോലെ. ആ ഇൻ്റർവ്യൂ കൊണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞു, നിങ്ങൾ യൂണിഫോം വേണ്ടേ, അതുപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യം വേണ്ടേ, ഒരു 4000 ഇങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഒന്നാമത് സൈക്കോളജിക്കലി നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ ജോലി കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഈ ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവുമല്ലോ. ആ സമയത്താണ് ഇവർ പറയുന്നത് 4000 അല്ലെങ്കിൽ 5000, ചിലയിടത്ത് 6000 ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഡാറ്റ നമ്മുടെ അടുത്തുണ്ട്. ഇങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, യൂണിഫോമിൻ്റെ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയും. എന്നിട്ട് പറയും, ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയിക്കോ, കുഴപ്പമില്ല, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് വിളിക്കും, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി, എല്ലാം എടുത്തുകൊണ്ടെന്ന് പറയും. അപ്പോൾ ഇവർ പോരും നാട്ടിലേക്ക്, പിന്നെ തിരിച്ച് വിളിച്ചാൽ എടുക്കില്ല. പിന്നെ ഇവർക്ക് ഭയം വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഗുണ്ടകളെ പോലുള്ള മരപ്പാഴുകളായിട്ടുള്ള കുറേ ആളുകളെ വളവും വെള്ളവും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇവന്മാർ പേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? ഇവിടെ പോയും കംപ്ലയിൻറ്റ് ചെയ്യില്ല, സ്റ്റേഷനിൽ അവിടെയും കംപ്ലയിൻറ്റ് ചെയ്യില്ല. ഇൻ കേസ് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിനക്കൊന്നും ബുദ്ധിയില്ലേ, എന്തെല്ലാം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, നിനക്കൊന്നും അറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുച്ഛിച്ച് അങ്ങോട്ട് തള്ളിവിടും. അങ്ങനെ അവൻ്റെ മൈൻഡ് മാറി അവൻ അവിടെ വീട്ടിൽ പോയിരിക്കും. ഈ പൈസ പോയത് പോട്ടെ. ഇങ്ങനെ ഈ സ്ഥാപനം, ഇങ്ങനെ നടക്കുന്ന ഫേക്കായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇന്നും അവിടെ പ്രവർത്തിക്കുകയാണ്. അതിലിതാ ഒരു പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒന്നൊന്നും അല്ല കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ഒരു പ്രൊഫൈലിനകത്ത് നിന്ന് 400 സംതിങ് ജോബ്, വെയർഹൗസിൻ്റെ ജോബ് കേരളത്തിൽ ഓരോ സ്ഥലത്തും, കാക്കനാട്, കളമശ്ശേരി, പത്തനംതിട്ട, റാന്നി, ഇടുക്കി. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു ഫീമെയിലിൻ്റെ ആഡിൽ നിന്ന് 400 സംതിങ് ആഡ് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും വെയർഹൗസ് ഉണ്ടോ ഇവിടെ നമ്മുടെ കേരളത്തിൽ? ചെറിയ സംസ്ഥാനത്തിൽ ഇത്രയും വെയർഹൗസ് ഉണ്ടോ? ഓരോ ടൗണിലും ടൗൺ ബൈ ടൗൺ വെച്ചിട്ട് വെയർഹൗസ് ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം വലിയ ഒരു സ്കാം ആണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷേ ആരും നോക്കില്ല. അവർ നോക്കുന്നൊരു ആഡ് കാണുന്നു, വെയർഹൗസ് ജോബെന്ന് കാണുന്നു, ആ ജോബിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെയുള്ള തട്ടിപ്പിൽ പോയി പെടുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇനിയും പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള DGPനെ CC വെച്ചിട്ട് മെയിൽ അയച്ചിട്ട് ഇന്ന് വരെ 1 വർഷത്തിന് മേളിലായി ഒരു റിട്ടേൺ മെയിൽ പോലും ഇല്ല. നമ്മളിവരെ വിട്ട് ഈ സാധനം വേറെ വഴി കൂടെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതങ്ങനെ പോവും. ഞാൻ മാത്രം അന്വേഷിക്കുന്ന കാര്യമല്ല പറഞ്ഞു കേട്ടോ, അത് വേണ്ടപ്പെട്ടവരൊക്കെ അതിനകത്തുണ്ട്. ഇവരെ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല, കൊള്ളില്ല, പോയി. Gmail നിന്നാണ് ഞാൻ അയച്ചത്. നമ്മുടെ കമ്പനി ID ഉണ്ട്, പല ID ഉണ്ട്. അതിന് അയച്ചു കഴിഞ്ഞാൽ അതിന് റിസീവ് ആവില്ല എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാൻ Gmail നിന്ന് തന്നെയാണ് അയച്ചത്. Gmail ID നിന്ന് ഞാൻ മെയിൽ അയച്ചിട്ട് ഇതുവരെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ OLX റെസ്പോണ്ട് ചെയ്തു. OLXന് ഡയറക്റ്റ് അയച്ചുകൊണ്ട് OLX റെസ്പോണ്ട് ചെയ്തു, ഇങ്ങനെയുള്ള പ്രൊഫൈലിൽ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട്, ഇത്രയും ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കേരള പോലീസിലേക്ക് മെയിൽ അയച്ചിട്ട് ഒരു റിപ്ലൈ പോലും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ അരുൺ സ്മോക്കിയുടെ കേസ് ഇതോടെ തീരുകയാണ്. ഇത് കഴിയും, 1 മാസം കഴിയും, 2 മാസം കഴിയും. നമുക്കറിയാം, യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അൽഗോരിതം വെച്ചിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം നല്ല രീതിക്ക് പവറിലായിട്ട് ഓടിപ്പോവും. ഈ ബാംഗ്ലൂർ ജോസ് ക്യാമ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ 54,000 പേര് കണ്ടത് ഏകദേശം 1 മാസം കൊണ്ടാണ്. ഇപ്പം ആ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് പെട്ടുപോയിട്ട് ആ വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ട് നമുക്ക് അയച്ചു തരുന്നുണ്ട്. പക്ഷെ അന്ന് ആ വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് എന്തായിരുന്നു, ഒരുപാട് പേരിലേക്ക് എത്തിയിരുന്നതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ട് പോയി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട്, അതൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പുതിയ സർക്കാർ വന്നിരിക്കുകയാണ്. എനിക്ക് ഇവരിൽ പ്രതീക്ഷയുണ്ട്, ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിൽ പ്രതീക്ഷയുണ്ട്. നേരത്തെ അത് നഷ്ടപ്പെട്ടു പോയതാണ്. ഞാൻ ഒന്നാമത് ഈ സർക്കാർ മാറുമ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ മാറ്റം വരുന്നത് കാണുമ്പോൾ ഇതിനകത്തും തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ്. കേരള സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇനിയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു തട്ടിപ്പിൽ പെട്ടുപോയി എന്ന് പറയുന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ പുച്ഛത്തോടെ തള്ളിക്കളയാതെ ആ കേസ് ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിൽ വേറെ എത്ര ആളുകൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് എടുത്തുകൊണ്ട് ഒന്നിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഒരു അവയർനെസ് പ്രോഗ്രാമെങ്കിലും നിങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ലീഗലി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അരുൺ സ്മോക്കി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ തോന്നിയത് ഈ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള 1000 സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഉടമകളുടെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് എല്ലാത്തിലേക്കും പടച്ചു വിടാൻ പോവുക. ഇങ്ങനെ തട്ടിപ്പുകാരനുണ്ട്, നിങ്ങളുടെ ഷോറൂമിൽ ഡയറക്റ്റ് ആൾ വന്ന് ഡയറക്റ്റ് ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച്
ഡയറക്റ്റ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് അയാളുടെ കാറാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കാർ മേടിക്കാവുള്ളൂ, പൈസ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും എത്ര കൊണ്ട് നമ്മൾ മാപ്പിനകത്ത് നിന്ന് ലൊക്കേഷൻ എടുത്ത് അയക്കാൻ പറ്റൂ അത്രയും എടുത്തിട്ട് ബൾക്കായിട്ട് വാട്സപ്പിൽ അങ്ങോട്ട് സെൻഡ് ചെയ്ത് അങ്ങ് തകർക്കാൻ പോവാം. അതേപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഷോപ്പ് ഉടമകൾ, ഷോറൂം ഉടമകൾ, പല ഷോറൂം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മേടിക്കുന്ന സ്ഥാപനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതിനകത്ത് എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ബൾക്കായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അങ്ങോട്ട് ഇവരുടെ ഓണേഴ്സിനെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവയർനെസ് കൊടുക്കാൻ പോവാണ്. എനിക്കിതേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇതേ പറ്റുള്ളൂ. ഇവിടെ പറ്റുന്ന ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതെങ്കിലും ചെയ്യും. തീർച്ചയായിട്ടും വളരെ രോഷം കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നമ്മളൊരു തട്ടിപ്പിനെതിരെ ഇന്ന കാര്യങ്ങളാണ്, ഈ ബാംഗ്ലൂർ ജോബ് സ്കാമിൽ ഒരുപാട് പ്രൂഫുകൾ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടും വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ എത്ര പൈസ പോയി, അവർക്ക് എത്ര നഷ്ടം വന്നു എന്നുള്ളത് കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കാത്ത ഇവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്യാമെന്ന് വെച്ചാൽ അത് ഇങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ അവയർനെസ് കൊടുത്ത് അതിന് ലീഗലി തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞു, ഒരു കുഴപ്പമില്ല. നമ്മൾ അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഓരോ ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും. ഈ അയച്ചു കൊടുക്കുന്ന ലിസ്റ്റുകൾ എത്ര പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ റിപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.